ഞാനൊരു സംഭവം പറയാന്ന് പറഞ്ഞില്ലേ, മുകളിലേക്ക് നോക്ക്. അമ്മ ഒരു വരവെന്ന് വെച്ചാൽ ഒരു 1.5 വരവാണല്ലോ. ദേ ഇതില് കായുണ്ടായല്ലോ. ചോദിച്ചവർക്ക് സന്തോഷമായി കാണുമെന്ന് ഞാൻ കരുതണോട്ടാ. വീഡിയോയിൽ കാണിച്ചത് കൊണ്ടാണ്. കുഴഞ്ഞിരിക്കണ പയറും വൻപയറും ഏത്തക്കായും കൂടെയുള്ള മെഴുക്കുവരട്ടി. ഞാനൊരു സംഭവം പറയാന്ന് പറഞ്ഞില്ലേ, മുകളിലേക്ക് നോക്ക്. ഇതിന്റെ മുകളിലേക്ക് ഇതമ്മ വെട്ടിയോ? ആഹാ, അതെങ്ങനെയാ വെട്ടിയെന്ന് കാര്യങ്ങൾ പറയാം. ഞാൻ ഒരു ദിവസം നോക്കി, ഇപ്പൊ ഇത് നേരത്തെ വെട്ടി നിർത്തിയേക്കണതാ. ഇതിന്റെ ഇത്രയും കുമ്പതിലെ മേലെ അങ്ങോട്ട് ഇട്ടെന്നിട്ട് മൊത്തം ഓരോ കൊമ്പ് പിന്നെ അപ്പൊ അവിടെ നിന്ന് മാറ്റി, കറിവേപ്പിന്റെ അവിടെ നിന്ന്. അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കാലത്ത് നോക്കിയപ്പോയില്ലേ, കംപ്ലീറ്റ് രാത്രിയിലെ കാറ്റിന് ഇങ്ങനെ ഒലഞ്ഞു കിടക്കുക. അതായത് ശരിക്കും പറഞ്ഞ കൈ മുട്ടും പോലെ ഇങ്ങോട്ടുള്ള കൊമ്പുകള്, ആ കൊമ്പ് വലിക്കാൻ പറ്റിയില്ല. അതാ അപ്പൊ ഞാൻ അന്ന് വേറെ ഏതാണ്ട് ആവശ്യത്തിന് പോയി, എന്തോ ആവശ്യത്തിന്. ഇവിടെ ഉള്ളപ്പോ വെട്ടാന്ന് പറഞ്ഞാൽ പിന്നെ വെട്ടിക്കൊന്നുമില്ല. അപ്പൊ ഞാൻ ആ സ്റ്റാൻഡ് എടുത്തോണ്ട് വന്ന് നിന്നേച്ച് നോക്കിയപ്പോ ഇല്ലേ, അതിൽ പിടിച്ച് വാക്കത്തി അരിവാൾ എടുത്ത് വെട്ടാൻ പറ്റൂല. അപ്പൊ ഞാനാ നമ്മുടെ അരിവാത്തോട്ടിയില്ലേ, പൊക്കത്തി കയറി അരിവാത്തോട്ടി എടുത്തോണ്ട് വന്നേച്ച് ആ അരിവാളിന്റെ അറ്റം കൊണ്ട് ഇങ്ങനെ വളച്ചിന്ന് പിടിച്ചു ഓരോ കമ്പുകളും. എന്നിട്ട് ഓരോ കമ്പുകളും ഇതിന്റെ വളച്ച് പിടിച്ചേച്ച് തുമ്പയിൽ പിടിച്ച് വെട്ടുകത്തിയും കൊണ്ട് വെട്ടി ഉരിഞ്ഞതാ. ഷേപ്പൊന്നും ആയില്ല, അതും കൂടെ വെട്ടണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതൊരു നിവൃത്തിയില്ല, വളച്ചാൽ വളയൂല. അതിങ്ങനെ കാറ്റ് പിടിച്ചിട്ടില്ല, ബാക്കി എല്ലാം ഇങ്ങനെ പിടിച്ചു കിടക്കുമായിരുന്നു. അതങ്ങനെ പിടിച്ചു കിടന്നാൽ ചെറിയൊരു കാറ്റ് വന്നാൽ അപ്പാടെ മറിഞ്ഞു വീഴും. അതുകൊണ്ട് അങ്ങനെ ചെയ്ത. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ശാഖകൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് കട്ട് ചെയ്താൽ പൊട്ടിപ്പൊലിച്ച് വന്നതിന് ശാഖയില്ലല്ലോ, അതുകൊണ്ട് അത് ചെയ്യാനായിരുന്നു. ഓർക്കണ്ടോ പണ്ട് നട്ടത്? ഇവിടെ ഒരെണ്ണം അടുത്തടുത്ത് ഇവിടെ ഒരെണ്ണം പണ്ട് അമ്മച്ചി നട്ടത് ഞാൻ മഞ്ഞ കാലം മുതലുണ്ടായിരുന്നു. എന്നിട്ട് ഒരു വേനൽ മഴ പെയ്തപ്പോ അപ്പ ഇങ്ങനെ ഭയങ്കര മരമായിരുന്നു എന്റെ കണ്ട്. ഇതുപോലെ അടിയിലൊന്നും ഒന്നുമില്ല, ആ ഭാഗം വെച്ച് വെട്ടിയേച്ച് പറഞ്ഞത് കിളുത്ത് വന്നോളുന്ന അപ്പാടെ കരിഞ്ഞു പോയി. ഓർക്കണില്ലേ? എത്ര വർഷം പഴക്കമുള്ള, അതായത് നമ്മുടെ ചിന്നമേന്റിയില്ലേ മരിച്ചുപോയ ഇവിടുത്തെ അരുണിന്റെ മമ്മി അശ്വതിയുടെ ഒക്കെ ഒരു പ്രാവശ്യം ഇവിടെ വന്നപ്പോ അമ്മച്ചിയോട് പറഞ്ഞതാ, എത്ര വർഷം മുമ്പ് എത്ര വർഷം മുമ്പ് ഇത് നട്ടിട്ടാ കൊച്ചമ്മ ഇങ്ങനെ വന്നേന്ന പുള്ളിക്കാരി ചോദിച്ചാ. സിനിമയ്ക്ക് ഭയങ്കര കൗതുകമായിരുന്നു ഇത് വിടർന്ന് ഇങ്ങനെ നിൽക്കുന്നത്. അതായത് കുറെ ഭാഗം ഇങ്ങനെ തരിശായിട്ട് നിൽക്കും, അത് കഴിഞ്ഞ് ഇങ്ങനെ കുട പോലെ. അതിന്റെ കുറച്ച് കൊമ്പുകൾ എടുത്തുകൊണ്ട് നീ ഇതേലെ ഒരപ്പരയുടെ അവിടെ നട്ടൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് ചുമ്മാ കുത്തിയാൽ പിടിക്കും. അതും പിടിച്ചു. പിന്നെ 2 എണ്ണം ഞാനിവിടെ വെച്ചു, അതും പിടിച്ചു. ആ പുറകുവശത്ത് മൾബറിയുടെ അവിടെ കൊണ്ടുപോയി നീ തന്നെയാ കുത്തിയത്, അതെല്ലാം പിടിച്ചു. അപ്പൊ ഇതിങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ പോയെങ്കിലോ എന്നോർത്ത് ആ പണി ചെയ്യാതിരുന്നത്. ഇപ്പൊ മൈലാഞ്ചി ഒന്നും ആരും കയ്യിലിടാറില്ലാന്ന് തോന്നുന്നു, ഇതൊക്കെ അരച്ച്. അതെ, ഇപ്പൊ ഈ ട്യൂബിൽ കിട്ടില്ല. എന്താന്ന് വെച്ചാൽ പഴമയുള്ള ഓരോ, പക്ഷെ അരച്ചിടുന്നതിന് തന്നെയാണ് അതിന്റെ നൊസ്റ്റാൾജിയ. അതല്ല, ഓരോ വീടുകളിൽ ഇങ്ങനെ ഓരോ സംഗതികളുള്ളത് ഓരോ പഴമയുടെ ഇതല്ലേ അത്. അതുകൊണ്ട് ഞാനത് ഒരിക്കലും കളയില്ല. അപ്പൊ നീയും അവിടെ നിക്കണതൊക്കെ അതുപോലെ നിപ്പുണ്ട്. അവിടെ നിക്കണേ എന്നാ വിഷയം എന്ന് വെച്ചാൽ വെയിലേറടിക്കൂല. പിന്നെ അവിടെയല്ലോ പ്ലാവിന്റെ കൊമ്പൊക്കെ ഇറക്കണ സമയത്തൊക്കെ ചിലപ്പോ അതിലേക്കൊക്കെ വീഴും. ഇവിടെ ആകുമ്പോ തരിശായി നിക്കണോണ്ട് വിഷയങ്ങളില്ല. അതുപോലെ മാംഗോസിന്റെ അവിടെ നിക്കണതും വിഷയമൊന്നുമില്ല, നീറ്റായിട്ടാ നിക്കണം. അപ്പൊ ഏത് പോയാലും വേറെ ഇഷ്ടം പോലെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ. നീ തന്നെ പിടിപ്പിച്ചത് അതിലല്ല, ഇത് മാത്രമേ ഞാൻ കുത്തിയിട്ടുള്ളൂ. ഇത് നീ കുത്തിയതാണെന്ന് അടുത്തുകൊണ്ടുവന്നു, ഓർക്കണില്ല അതെങ്ങനെയാണ്. അപ്പൊ ഞാനത് ശരിയാക്കി. മറ്റതും കൂടെ ശരിയാക്കണം എന്നുണ്ടായിരുന്നു, അത് നടന്നില്ല. അപ്പൊ ഞാനിത് ശരിയാക്കിക്കൊണ്ടിരുന്നപ്പോ വാട്ടർ അതോറിറ്റിയിലെ ചേച്ചി ബില്ലും കൊണ്ട് വന്നു. അത് കുറേ നേരം ഇങ്ങനെ നോക്കി തന്നെ വലിച്ചിട്ട് വെട്ടണ കണ്ടുകൊണ്ട്. അപ്പൊ അന്നേരം അപ്പറേ അവര് ജേനു അവിടെ ഉണ്ടായിരുന്നു. ഈ ബില്ല് ബൈ മന്ത്ലി വരൂലേ, അന്നേരം ബില്ലും കൊണ്ട് വന്ന പുള്ളിക്കാരി. അപ്പൊ അതാ ഞാൻ പറഞ്ഞ കാണിച്ചു തരാന്നൊരു സംഭവം. അത് നന്നായി പിടിച്ചു വന്നു. ഇവിടെ എന്തിനാ കാട് വെട്ടണേ? ഇവിടെ അമ്മ ഈ തുണി വെയിലത്തിടാനായിട്ട് ഇങ്ങനെ വരും. അമ്മ ഒരു വരവെന്ന് വെച്ചാൽ ഒരു 1.5 വരവാണല്ലോ. ഈ കാടും പിടിച്ചിവിടെ കിടന്നു കഴിഞ്ഞാല് വല്ല പാമ്പും ചേമ്പും ഉണ്ടായി കഴിഞ്ഞാലേ കാര്യം അമ്മ പറയും വേണമെങ്കിൽ പാമ്പ് അമ്മയെ കളിച്ചാൽ പാമ്പായാവുള്ളൂ. പക്ഷേ അഴ ഇവിടെയാ, അഴ അഴാന്നാണോ പറയണേ? അമ്മ അഴാന്നാ പറയണേ. ദേ ഇതില് കായുണ്ടായല്ലോ.
സപ്പോട്ടാ. ആ എത്ര കായ ഉണ്ടായേക്കണേ നോക്കിയേ. അതെ അതെ നോക്കിയേ ബാ, കൊറേ കായ ഉണ്ടായിട്ടുണ്ട്. ദേ ഇവിടെ ഉണ്ട്. ഇതെല്ലാം കായാ മുട്ടിട്ടേക്കണേ. ദേ നിറച്ചു കായ. നമ്മുടെ ബനാന സപ്പോട്ടയുടെ തൈയാണ് കേട്ടോ അത്. നമ്മൾ അങ്ങനെ കാത്തു കാത്തിരുന്ന് ഈ വർഷം കായായി. ദേ കണ്ടോ. ദേ ഇത് ദേ ഇവിടെ ദേ ഇവിടെ അതൊക്കെ കായ. ഇത്രയും കായ വേറെ ഒന്നും കണ്ടില്ല. പിന്നെ കണ്ടിട്ടില്ല. കഴിഞ്ഞ വർഷം കായ ഉണ്ടായെങ്കിലും കുഞ്ഞ് തൈ ആയതുകൊണ്ട് അത് പിടിച്ചില്ല, പോയി. ആ ദേ ഇവിടെ ഉണ്ട് കേട്ടോ. ദേ ഇവിടെ ദേ ഇത് പക്ഷെ കായായി വരണേ ഉള്ളൂ, പൂ കഴിഞ്ഞിട്ടേ ഉള്ളൂ അതിൻ്റെ. ഇവിടെ മുട്ടുണ്ടല്ലോ, ചിലപ്പോൾ ഇതും കായ്ക്കുമായിരിക്കും. എന്നാന്നറിയാവോ, ഈ പയറും ഏത്തക്കായൻ്റെ ഉള്ള മെഴുക്കുപറ്റി കണ്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു അതൊന്ന് കാണിക്കാവൂന്ന്. അപ്പൊ വൻപയറ് വെള്ളത്തിൽ ഒരു 2 മണിക്കൂറിട്ട് കുതിർത്തിയിട്ടുള്ളൂ. കുതിർത്തിയിട്ട് നികക്ക വെള്ളം ഒഴിച്ചേച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് വൻപയർ ആദ്യം ഒരു 4 വിസിൽ 5 വിസിൽ അങ്ങ് അടുപ്പിക്കുക. എന്നിട്ട് അതിലേക്ക് ഏത്തക്കായ അരിഞ്ഞത് കാണിക്കാം ഇട്ട് വേവിച്ചെടുക്കുക, എന്നിട്ട് ഉലർത്തുക. അപ്പൊ അതേ പയറേ ഏതാണ്ട് വെന്തിട്ടുണ്ടാവും. നോക്കട്ടെ കേട്ടോ. ആ വെന്തിട്ടുണ്ട്. ഈ പാകത്തിന് വെന്താ മതി ഇങ്ങനെയുള്ള പരിപാടിക്കാകുമ്പോ കേട്ടോ. ദേ വെന്തു. അത് പയർ ഒരു 3-4 മണിക്കൂർ വെള്ളത്തിലിട്ടാലേ ഒരു 3-4 വിസിലടിക്കുമ്പോൾ വേവും. പിന്നെ ഡിപ്പെൻസ് പയറിന്റെ ഇതനുസരിച്ചിരിക്കും. നല്ല പയറാണെങ്കിൽ പെട്ടെന്ന് അങ്ങനെയാവും. ഇത് ജോൺസ് മാർജിൻ ഫ്രീയിലെ പയറായത്. ഇപ്പൊ മാർജിൻ ഫ്രീയിൽ അപ്പൊ ഇന്നാള് നല്ല പയറ് കണ്ടുകൊണ്ട് 1/2 കിലോയുടെ 2 പാക്കറ്റ് മേടിച്ചു. അപ്പൊ ഇനി നമുക്ക് ചെയ്യേണ്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ കായ കഴുകി വാരി അരിഞ്ഞത് കണ്ടില്ലേ, കഞ്ഞിവെള്ളത്തിലിട്ട് കഴുകി. അതിന് ശേഷം നല്ല വെള്ളത്തിലിട്ട് ഒരു 2-3 ട്രിപ്പ് കഴുകി വെച്ച് കറ പോവാനാട്ടോ കഞ്ഞിവെള്ളത്തിലേക്ക് അരിഞ്ഞിടണത്. ദേ ഇച്ചിരി വലുതാക്കി നുറുക്കിയത് പയറിന്റെ കൂടെ ഇട്ട് വേവിക്കാനുള്ളത് കൊണ്ടാണ്. എനിക്ക് വൻപയറിന്റെ കൂടെ ഇത് ചെയ്യണ അത്ര ഇഷ്ടമല്ല. എനിക്ക് അച്ചിങ്ങയും ഈ പയറും കൂടെ ഇഷ്ടം, അല്ല കായും കൂടെ ഇഷ്ടം. അതെന്നാന്ന് വെച്ചാൽ തിരുമറിയൂർ എപ്പോഴും ഏത്തക്കായ ഉള്ളപ്പോൾ ഇങ്ങനെ നീളത്തിൽ അങ്ങ് അരിഞ്ഞ് വെച്ച് അച്ചിങ്ങയും നീളത്തിൽ ഒടിച്ചു പൊളിക്കൂലേ, ഉടിയല് ഭാഗത്തിന് എടുത്തേച്ച് അത് 2ഉം കൂടെ വളർത്തും. നല്ല രുചിയത് ഉമ്മയുള്ള കാലം പോലെ. അതെന്നാന്ന് വെച്ചാൽ എപ്പോഴും ഏത്തവാഴ പരിപാടി ഉള്ളത് കൊണ്ട് അവിടെ എപ്പോഴും കായ ഉണ്ടാവും. അപ്പൊ 5-6 കായ ഒരു പെടലേക്ക് ആയിരിക്കും ചിലപ്പോ കട്ട് ചെയ്തെടുക്കണം. എല്ലാരും ആൾക്കാരുണ്ടല്ലോ അവിടെ അപ്പൊ കഴിക്കാനായിട്ട്. ഇനിയിപ്പൊ ഇല്ലേ ഒറ്റ വിസില് മതി. അപ്പൊ ഇവിടെ കുഴഞ്ഞ് നന്നായിട്ടിരിക്കണത് കൊണ്ടാട്ടോ നിങ്ങളിങ്ങനെ കുഴച്ചിരിക്കണ കാണുന്നത്. ഒറ്റ വിസിലിൽ അടിച്ചു കഴിയുമ്പോൾ ഓഫ് ചെയ്യുക, ഉലർത്തുക. അതോടുകൂടി കറിയുടെ പരിപാടി കഴിഞ്ഞ ചോദിച്ച സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയാണ് കേട്ടോ. ഓക്കെ ദേ കണ്ടോ അല്ല കുഴഞ്ഞിരിക്കണത്. നിങ്ങൾ ആവശ്യപ്പെട്ട അനുസരിച്ച് ദേ ചക്കക്കുരുന്ന വന്നതാ, ഏത്തക്കായും വൻപയറും കേട്ടോ. ദേ കുഴഞ്ഞില്ലേ ആ വെള്ളത്തിൽ. ഇനി നമുക്ക് ഉലർത്താൻ നോക്കാം. ചീനിച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇത് അറിയാതെ 2-3 തരി വേപ്പില അതിലേക്ക് പോയി ചതയ്ക്കാൻ എടുത്തതാട്ടോ. 2 തരം ഉള്ളിയും വേപ്പിലയും ഉണ്ട് ചതയ്ക്കാൻ ഇട്ടേക്കണത്. അത് നമുക്ക് എണ്ണ ചൂടായി നമുക്ക് ചട്ടിയിലേക്ക് ഇടാം. ചട്ടിയല്ല ചീനിച്ചട്ടിയിലേക്ക്. ചട്ടി എന്ന് പറയുമ്പോൾ ചിലർ കറക്റ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾ പറയണ കറക്റ്റ് ആട്ടോ. കാരണം ഞങ്ങൾ ഈ 2-3 വീഡിയോ ഒക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ പറയുമ്പോഴൊക്കെ ഇച്ചിരി പാകപ്പഴ വന്നതാട്ടോ. കറക്റ്റ് ചെയ്ത് തന്നത് സന്തോഷം. നിങ്ങളത് കേൾക്കണ സന്തോഷം. ഞാൻ കമൻ്റൊക്കെ വായിക്കാറുണ്ട് കേട്ടോ. എല്ലാവരുടെ കമൻറ്റും വായിക്കാറുണ്ട്. റിപ്ലൈ തന്നത് മാത്രമേ മകളാണെന്നുള്ളൂ. ചിലർക്ക് സംശയമുണ്ട് കമൻറ്റ് നോക്കണുണ്ടോന്ന്. അതുകൊണ്ട് അവർ പറയും അച്ഛനോടും അമ്മയോടും അന്വേഷണം പറഞ്ഞോ. അതൊക്കെ ഇല്ലേ അമ്മ ആദ്യം വായിക്കണം. മകളും അച്ഛനും വായിക്കുന്നതിന് മുമ്പ് കമന്റ് അമ്മയാട്ടോ. കമന്റുകളൊക്കെ തന്നോടൊക്കെ പ്രത്യേകം സന്തോഷം, തരാത്തവരോടും സന്തോഷം. ഉള്ളിയും മുളകും ഏതാണ്ട് മൂത്ത് തുടങ്ങി. ഇച്ചിരി മഞ്ഞപ്പൊടി ഇതിലേക്ക് ഇട്ടു. കയ്യിലേക്കാട്ടോ ഇടുന്നതാണ്. പിന്നെ എരിവ് മുളക് പൊടി ഇട്ടോ. എരിവ് മുളക് പൊടി ചേർക്കണം. ചതച്ചത് എടുക്കണില്ല, അന്യായ എരിവ്. അതുകൊണ്ടാ വയറ് നശിക്കും. ഇട്ട് കഴിഞ്ഞാൽ കൂടുതലേ ആയിപ്പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് അത് എടുക്കണില്ല. അതുകൊണ്ടാ. ഇനി ഇടുവാണേ.
മൂട്ടും നോക്കിക്കോട്ടോ അതെ. കുഴച്ചങ്ങ് എടുക്കും, വെള്ളം വറ്റിച്ച് അപ്പൊ കുഴഞ്ഞങ്ങ് ഇരുന്നോളൂ. ഞാൻ വെള്ളം അങ്ങ് വറ്റിക്കോളും. ഉണ്ണാറാകുമ്പോഴത്തേക്കും നന്നായിട്ട് ഡ്രൈ ആവും കേട്ടോ. നന്നായിട്ടല്ല, ഒരു വിധം കേട്ടോ ഡ്രൈ ആവും. ഒരു വേപ്പിലയും കൂടെ ഇട്ടേക്കാം അല്ലേ? വേപ്പില ഉണ്ടല്ലോ, ഞാൻ കുറെ വേപ്പില പറിച്ചായിരുന്നു. നിങ്ങൾ പുറത്തു പോയ സമയത്ത് പോയി പറിച്ച് തീർന്നായിരുന്നു. സംഭവം റെഡിയായി. ഇത് ഇച്ചിരി ഉപ്പ് പോരായി വരും. ഇതൊക്കെ ഓരോ സിമ്പിൾ കറികളാണ്. ചോദിച്ചവർക്ക് സന്തോഷമായി കാണുമെന്ന് ഞാൻ കരുതണം കേട്ടോ, വീഡിയോയിൽ കാണിച്ചത് കൊണ്ടാണ്. അതെ, ഇനി മതി. ഇനി നമുക്ക് അടച്ചു വെച്ചേക്കാം. ഓക്കെ, ഇനി വിളമ്പമ്മ കാണാം അല്ലേ? ഓക്കെ. ഇന്ന് പതിവിന് വിപരീതമായിട്ടില്ലേ, പുലർത്തുകറി ആദ്യം അങ്ങ് ഇടണത്. അല്ലെങ്കിൽ അമ്മ എന്നതാ ആദ്യം ചാറ് ഇവിടെ ഇടാം. പുലർത്തുകറി കുഴഞ്ഞിരിക്കണ പയറും വൻപയറും ഏത്തക്കായും കൂടെയുള്ള മെഴുക്ക് വരട്ടി. ഈ കയ്യിലല്ല ഇനി വേണ്ടത്, അത് മണ്ടത്തരായി പോയി. ഇതില് ഒലത്താൻ ഇതെടുത്തോണ്ട് പിന്നെ ഇതങ്ങ് എടുത്തതാട്ടോ. ഓരോന്നായിട്ട് അതിനെ വിളമ്പിക്കൊണ്ടിരിക്കുക. അമ്മയ്ക്കും അത് ഒഴിക്കണില്ല അല്ലേ? ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കറികൾ ഞാൻ കാണിക്കാന്ന്. അങ്ങനെ ഏത്തക്ക വൻപയർ മെഴുക്കുവരട്ടിയോടൊപ്പം നമ്മുടെ ചോറ് ഇന്ന് റെഡിയായി. കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നിയിട്ടുള്ള ഒരു മെഴുക്കുവരട്ടിയാണ്, കായും വൻപയറും കൂടെ. അമ്മ ഇത് ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഞാനിത് അങ്ങനെ ശ്രദ്ധിക്കാറൊന്നുമില്ല കേട്ടോ. നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാനിതിനെപ്പറ്റി ശ്രദ്ധിക്കാൻ തന്നെ തുടങ്ങിയത്. കാരണം അതൊരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെഴുക്കുവരട്ടി, അത്രയും ഞാനതിനെ കണക്കൂട്ടിയിരുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ പറഞ്ഞതിന് ശേഷം അത് കഴിച്ചു തുടങ്ങിയപ്പോൾ എനിക്കത് ടേസ്റ്റി ആയിട്ട് തോന്നി, എനിക്കത് ഇഷ്ടമായി കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സിമ്പിളായിട്ട് ചെയ്യാന്ന് മാത്രം. എനിക്ക് കായ മാത്രം ഇടുന്നതിനേക്കാളും ഇഷ്ടം. എനിക്ക് കാ മാത്രം വലിയ ഇഷ്ടമാണ്. ആണോ? അതുകൊണ്ടല്ല, എനിക്ക് പണ്ട് മുതലേ അങ്ങനെ അവിടെയും കായുള്ളതുകൊണ്ട് പറിച്ചു കൊടുക്കാൻ അപ്പൊ തന്നെ ഉണ്ടാക്കണം. കൊലേന്ന് ഉരിഞ്ഞോണ്ട് വന്നേച്ചു അപ്പൊ തന്നെ ഇങ്ങനെ ഉണ്ടാക്കി. അത് ശീലിച്ചുകൊണ്ടായിരിക്കും കൊച്ചെ, ചെറുപ്പം വരെ ശീലിക്കണല്ലേ. പിന്നെ അച്ചിങ്ങ ഉണ്ടായി തുടങ്ങിയ അച്ചിങ്ങ കുറച്ച് ഒടിയൽ ഭാഗത്തിന് എടുക്കണം. അച്ചിങ്ങ ഒടിയൽ കൊള്ളൂല അതിൻ്റെ കൂടെ. ഒടിയലും ഈ ഏത്തക്ക ഒരു പാകമുണ്ട്, മൂപ്പാപ്പാകവും കൂടെ പറിച്ച് ഉലർത്തും സ്ഥിരം. ഒരു മൺകലത്തിൽ നിറച്ച് വേവിച്ചങ്ങ് വെക്കും, എന്നിട്ട് വലിയ ചീനിച്ചട്ടിയിലേക്ക് ഉലർത്തും. അങ്ങനെയാ അന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞില്ലേ, ഒട്ടും ഇരലി ഇടിയപ്പൊന്നുമല്ല, ചോറ് കഞ്ഞിയാ. ഞങ്ങള് ചോറുണ്ണും, അപ്പത്തിനും അമ്മയൊക്കെ കഞ്ഞി. ഓ അത് ശരി, അങ്ങനെയാ. അപ്പൊ പിന്നെ കറികൾ 3 നേരത്തേക്കും വേണം.